നവഡേയ്സ് കോർപ്പറേറ്റ്സ് റിലൈസ് ചെയ്തിട്ടുണ്ട് ഹീഡോണിസ്റ്റിക് ഹാപ്പിനെസ് കൊണ്ട് അവർക്കൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഹീഡോണിസ്റ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. എന്ന് വെച്ചാൽ സാലറി ഹൈ കിട്ടുമ്പോൾ പ്രൊമോഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ വേണമെന്ന് തോന്നും. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സാലറി ഹൈക്ക് വേണം തോന്നും. 3 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രൊമോഷൻ വേണം തോന്നും. അതുകൊണ്ട് അത് വേണ്ടെന്ന് കോർപ്പറേറ്റ്സ് ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുക. ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഹീഡോണിസ്റ്റിക് ഹാപ്പിനെസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മോണിറ്ററി പാർട്ട് എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ്സിനെ കൊണ്ടുപിടിക്കുന്ന ഒരു ചെറിയൊരു ആസ്പെക്റ്റ് മാത്രമാണ്. അതൊരു ലോങ് ടൈം അല്ല. ഈ മോണിറ്ററി പാർട്ട് മാത്രമല്ല, റിസർച്ചേഴ്സ് അനുസരിച്ച് ഇപ്പോൾ മണിയുടെ കാര്യം തന്നെ പറയുകയാണ്. റിസർച്ചേഴ്സ് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് മണി, ഒരാവശ്യത്തിന് കുറച്ച് ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന മണി, കുറച്ച് സേവിങ്സും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. കാറായാലും വീടായാലും പ്രശസ്തി ആയാലും ഇങ്ങനെ തന്നെ. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഇതൊന്നും വേണം എന്നുള്ളത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് കുറെ കൂടെ ലോങ് ടേം ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിന്നിങ് എ ലോട്ടറി, കിട്ടുന്ന ഫെയിമുകൾ, ഇതെല്ലാം എപ്പോഴും നന്നായിട്ട് തന്നെ കലാശിക്കണം എന്നില്ല. നമ്മൾ തന്നെ പല സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുണ്ടത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണത്. പണം മാത്രമല്ല എല്ലാം, പ്രശസ്തി മാത്രമല്ല എല്ലാം എന്നൊക്കെ പലപ്പോഴും അവർ പറയുന്നത്. എന്തിനാണ് അവർ പറയുന്നത് നമ്മൾ ചിന്തിക്കും, പക്ഷേ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണത്. ഇതിൻ്റെ പ്രശ്നം പറയുന്നത് നമുക്കൊരു റൂട്ടിംഗ് സിസ്റ്റം ഇല്ലാത്തതാണ്. നമുക്ക് റൂട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതും പറയുന്നത് ഹാപ്പിനെസിൻ്റെ ഫൗണ്ടേഷനെയാണ്. നമ്മുടെ എക്സ്റ്റീരിയർ എൻവയോൺമെൻറ്റ്സോ സിറ്റുവേഷൻസോ എങ്ങനെയോ ആയിക്കോട്ടെ, നമുക്കൊരു റൂട്ടിംഗ് സിസ്റ്റം നന്നാക്കി എടുക്കണം. ബാമ്പുവിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുക്കുക. ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ, കുറച്ച് വർഷങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും വലിയ മാറ്റമൊന്നും കാണില്ല. പക്ഷേ ഒരു 5ാമത്തെ വർഷം മുതൽ ബാമ്പു ഡും എന്ന് പറഞ്ഞ് വളരുന്നത് കാണാം. ഇത്രയും കാലം ആ ബാമ്പു ഐഡിയലായിട്ടിരിക്കുക എന്നല്ല, അത് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ജോയ്, ഹാപ്പിനെസ്, അതായത് ആനന്ദവും സന്തോഷവും ഒക്കെ ഈ സ്റ്റേറ്റ്സിൽ കൂടെ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. റിസർച്ചസ് അനുസരിച്ച് നമ്മൾ 31% അധികം പ്രൊഡക്റ്റീവാണ് നമ്മൾ സന്തോഷവാന്മാരായി ഇരിക്കുകയാണെങ്കിൽ. നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസ്, ബെറ്റർ ഇൻഫർമേഷൻസ് നമുക്ക് ബെറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ക്രിയേറ്റീവ് തിങ്കിങ് കൂടും. നിങ്ങൾക്ക് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. കുറച്ച് ഫിലോസഫി പറയാം. ഒരു ചെറിയ ഫിലോസഫി. 3 തരത്തിലുള്ള ജീവിതമാണ്. പ്ലസന്റ് ലൈഫ്, അതാ പറയുന്നത് ഹീഡോണിസ്റ്റിക് ഹാപ്പിനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നല്ല വീട്, നല്ല കാറ്, നല്ല സാലറി, അങ്ങനെയുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത്. ഗുഡ് ലൈഫ് രണ്ടാമത്തേത്. അതാ പറയുന്നത് ലൈഫിന് ഒരു പർപ്പസ് ഉള്ളൊരു ലൈഫാണ്. ഇതും പറയുന്നത് ഗിവിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ലൈഫാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുകയും കൂടെ ചെയ്താലേ നമ്മൾ ഹാപ്പി ആകുള്ളൂ. മൂന്നാമത്തെ മീനിങ് ഫുൾ ലൈഫ്. അതും പറയുന്നത് ഇന്റേണൽ ഹാപ്പിനെസ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും. നമ്മൾ മുമ്പത്തെ സീരീസ് കണ്ട സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ എപ്പോഴും ഉള്ളത്. ഇതൊന്നും തെറ്റാന്നല്ല പറയുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ആൾക്കാരാണ്, ഡിഫറെൻറ്റ് നേച്ചറാണ്. ഇതെല്ലാം നിങ്ങൾ അവെയർ ആയിരിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഏത് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിലും, ഏത് ലൈഫിൽ ലീഡ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ ഫോർമുലേറ്റ് ചെയ്ത് അവർക്ക് ഇന്റേണൽ ഹാപ്പിനെസ്, പുറത്ത് എന്ത് നടന്നാലും അവർക്ക് ഇന്റേണൽ ഹാപ്പിനെസ് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ലൈഫ് കോച്ച്, ലൈഫ് ഹാപ്പിനെസ് കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമാണ്. നമ്മുടെ പുറമെ പല ലെയേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ഒളിച്ചു കളയാം. ആ ലെയേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലെ ഹാപ്പിനെസ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. So until we meet next time with another video, stay happy, keep smiling. Bye bye.